എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. തേങ്ങയൊന്നും അരക്കാതെ നല്ല കൊഴുത്ത് നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. ഉള്ളിയൊന്നും വഴറ്റാതെയാണ് നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് മീൻ ഉപയോഗിച്ചും ഈ കറി തയ്യാറാക്കാവുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, മിക്സിയുടെ ജാറിലേക്ക് 3 വലിയ തക്കാളി, 1-2 പച്ചമുളക്, 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, ഒരു 10-15 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഒരെണ്ണം വിട്ടുപോയതുകൊണ്ടാണ് അവസാനം ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. കറിവേപ്പില 1 തണ്ട് മാത്രം മതി, ഒരുപാട് ചേർക്കണ്ട. ആദ്യം ഈ ഒരു അരപ്പ് തയ്യാറായതിനു ശേഷം ചട്ടി ചൂടാക്കാം. നന്നായി ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കാരണം വെളിച്ചെണ്ണയുടെ ചൂടിൽ കിടന്ന് ആ പൊടികളുടെ പച്ചമണം മാറി വന്നോളും. ചെറിയ തീയിൽ വെച്ച് മാത്രം ഇത് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ ടേസ്റ്റേ തന്നെ മാറിപ്പോവും. മിനിറ്റ് പൊടികൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച അതേ മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടി വയ്ക്കുക. പെട്ടെന്ന് തന്നെ അതൊന്ന് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതോ സാധാരണ നോർമൽ വാട്ടറിൽ കുതിർത്തി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വാളംപുളിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കൊടംപുളിയും ചേർത്ത് കൊടുക്കുക. കൊടംപുളി ആണെങ്കിൽ 1 കൊടംപുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം തക്കാളിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. അതുകൊണ്ട് പുളി അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഒരിക്കലും ഈ ഒരു അരപ്പ് തിളയ്ക്കാതെ മീനിട്ട് കൊടുക്കരുത്. നല്ലോണം തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രം മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരപ്പ് വളരെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ച് മറിഞ്ഞതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ തന്നെ കുക്ക് ചെയ്യുക. ഈ ഒരു സമയത്തും ചാറെല്ലാം നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. മീനെല്ലാം നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തേങ്ങാപ്പാൽ പൗഡറാണ്. പൊടി ഉപയോഗിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കണ്ട. 1-ാം പാലാണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിലും 1/2 കപ്പ് മാത്രം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് താളിച്ച് കൂടി ഒഴിച്ചിട്ട് കറി നമുക്ക് സെർവ് ചെയ്യാം. കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 2-3 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് അരിഞ്ഞിട്ടതിന് ശേഷം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു നുള്ള് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഒരിക്കലും ചേർക്കരുത്, ഉലുവപ്പൊടിക്ക് ചെറിയൊരു കയ്പുണ്ടാവും. അതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു നുള്ള് കയ്യിലെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയാണ്. തേങ്ങയൊന്നും അരക്കാതെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യുക. ഏത് മീൻകറിയും നമ്മൾ തയ്യാറാക്കിയിട്ട് 1-2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ 1-2 മണിക്കൂറിന് ശേഷം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടാവും മീൻകറി. അപ്പോൾ അതുപോലെ നല്ല വറ്റി, നല്ല കുറുകി, നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയും ബാക്കി എല്ലാ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റിട്ടേൺ റെസിപ്പീസ് ബ്ലോഗിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്